ഹാപ്പി വിഷു! എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഞങ്ങളുടെ വിഷു ആശംസകൾ. അപ്പോൾ എന്തൊക്കെയാണ് വിഷുവായിട്ട് പരിപാടി? ഞങ്ങൾ ഇവിടെ കണി ഒരുക്കി, രാവിലെ കണി കണ്ടു, പിന്നെ ഇപ്പോൾ കുളിച്ച് റെഡിയായി ഇനി അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോവാം. എങ്ങനെയുണ്ട്? അപ്പം കുളിച്ച് റെഡിയായി എല്ലാം ഇനി അമ്പലത്തിൽ പോകാൻ പോകാം കേട്ടോ. അപ്പം അതിനു മുമ്പ് ഈ മാല കണ്ടോ? ഇതെന്ന് പറയുന്നത് മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. മാലയും എൻ്റെ കമ്മലും. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എൻ്റെ അമ്മയുടെ സ്വന്തം ഓൺലൈൻ ഒരു ഷോപ്പായിട്ടുള്ള ആഭരൺ മന്ത്ര എന്നാണ് കേട്ടോ. അപ്പം മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ ഇത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലെ കുറേ വെറൈറ്റീസ് ഓഫ് മാലകളും ആഭരണങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ആഭരൺ മന്ത്ര എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റയിൽ ആഭരൺ മന്ത്ര ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് തൃക്കോവിൽ ക്ഷേത്രത്തിലാണ് കേട്ടോ. കൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ ഇത് നമ്മുടെ കൊച്ചിയിൽ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. ചങ്ങമ്പുഴ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് വിഷുവായിട്ട് വന്നിരിക്കുന്നത്. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. വിഷുവാകുമ്പോൾ അറിയാമല്ലോ, നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ക്യൂ നിന്നാണ് കയറിയത്. അങ്ങ് ഗേറ്റ് വരെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കേട്ടോ അകത്ത് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങി ഫലം വെക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുമ്പം എവിടുന്നാന്ന് അറിയത്തില്ല, പക്ഷെ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നും അല്ലേ? അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ചുറ്റി വലം വെച്ച് വേണം ഫ്രണ്ടിലോട്ട് എത്താൻ കേട്ടോ. അമ്പലത്തിന്റെ പുറത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനെയും കണ്ടു കേട്ടോ. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഇപ്പുറത്തൊരു നടയിലോട്ട് കയറുന്നുണ്ട്. കയറി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കാണാമെന്ന് വെച്ചു, പക്ഷെ പിന്നെ കണ്ടില്ല കേട്ടോ. ഇപ്പം അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങളിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ പോകാമെന്ന് വെച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഇവിടെ പാലാരിവട്ടത്ത് തന്നെയുള്ള ഒരു കടയിലാണ് കേട്ടോ. ബൃന്ദാവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. ബൃന്ദാവൻ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇവിടെ കൊച്ചിയിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ബൃന്ദാവൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മാലയൊക്കെ എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മാല. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ. അറിയാമല്ലോ, എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ രാവിലെ നല്ല തിരക്കായിരിക്കും. അപ്പം വീഡിയോ എടുക്കുന്നതൊക്കെ അച്ഛൻ മറന്നുപോയി. അച്ഛൻ ഞാൻ കഴിച്ചു തുടങ്ങി ആദ്യം തന്നെ. അപ്പം അച്ഛൻ ഇഡ്ഡലിയാണ് വാങ്ങിച്ചത്. എവിടെ ചെന്നാലും അച്ഛൻ ഇഡ്ഡലിയാണ് വാങ്ങിക്കുന്നത്. അതെന്താന്ന് എനിക്കും അറിയത്തില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടം ഇഡ്ഡലി. പിന്നെ ചായയും കോഫിയും പറഞ്ഞു കേട്ടോ. എനിക്ക് കോഫി, അച്ഛന് ചായ. എൻ്റെ മസാല ദോശ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കാണ് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. രാവിലെ വെളുപ്പിന് എണീറ്റല്ലേ, പക്ഷെ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് മസാല ദോശയ്ക്ക് വരാൻ ഭയങ്കര താമസം. അപ്പം ഒരു പറഞ്ഞു വെയിറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ചെന്നാൽ പിന്നെ കാപ്പി കുടിക്കാം എന്ന് വെച്ച് നിൽക്കുമ്പോൾ ദേ വരുന്നു മസാല ദോശ. അതും നല്ല അടിപൊളി മസാല ദോശ കേട്ടോ. കാണാൻ തന്നെ ആ ഒരു ഗ്ലേസിങ് ഉണ്ടോ? ഗീ മസാലയാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഗീയുടെ ആ ഒരു ഗ്ലേസിങ് ഉണ്ടോ?
സാധാരണ ഇവിടെ ഇങ്ങനെ ഇത്രയും ഗീ ഒഴിച്ച് അധികം കിട്ടാറില്ല. പക്ഷെ ഇത് നിറച്ചും ഗീയൊക്കെ ഒഴിച്ച് മസാല ദോശയാണ് കേട്ടോ. കുറച്ച് ദോശയും പിന്നെ എൻ്റെ മസാലയും പിന്നെ എന്തെങ്കിലും ചമ്മന്തി വേണ്ട, നമുക്ക് സാമ്പാറിൽ മുക്കി കഴിക്കാമല്ലേ. എനിക്ക് ചമ്മന്തിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം സാമ്പാറാണ്. അപ്പോൾ അതും കൂട്ടി ഒന്ന് കഴിച്ചു. അടിപൊളി മസാല ദോശ, സൂപ്പറായിരുന്നു. അപ്പം വിഷുവിൻ്റെ ആദ്യത്തെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അടിപൊളിയായി. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കലക്കി, നല്ലതായിരുന്നു. ഇത്ര വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അടിപൊളി സംഭവമായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി, വിഷുവായിട്ട് അമ്പലത്തിലൊക്കെ പോയി. അല്ല അല്ല പുതിയൊരു തുടക്കം അല്ലേ. അപ്പം നല്ലൊരു സുഖമായിരുന്നു. പിന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒക്കെ തോന്നി. പിന്നെന്താ, അവിടെ ചെന്നപ്പോഴത്തേക്കും മാമനെയും പിന്നെ പിള്ളേരെയും പിന്നെ അമ്മൂനെയും അപ്പൂനെയും ഒക്കെ കാണാൻ പറ്റി. പക്ഷെ അമ്മൂനും അപ്പൂനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, കാരണം അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയപ്പോൾ പിന്നെ കണ്ടുമില്ല. ഞാൻ വെച്ചാൽ നടയിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ കാണാമായിരിക്കും എന്ന് വെച്ചു, പക്ഷെ പിന്നെ കണ്ടില്ല. അപ്പം അവരൊക്കെ ചെറിയൊരു ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവരെ കണ്ടു. അപ്പം അങ്ങനെ വീഡിയോ എടുത്തത്. പിന്നെ അതുവഴി നമുക്ക് വേറൊരു നടയിലോട്ടും കയറണമായിരുന്നു. അപ്പം അങ്ങനെ കയറി. അപ്പം കാണാൻ പറ്റിയില്ല, പക്ഷെ മാമനോടും പിള്ളേരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ വിഷുവൊക്കെ നന്നായിട്ട് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം ഉച്ചയ്ക്ക് സദ്യയാണ്. അപ്പം അതുവരെ കുറച്ച് റെസ്റ്റാണ്. അപ്പം എന്താ, ഇനിയിപ്പോൾ സദ്യ ആകുമ്പോഴത്തേക്കും കാണാം അല്ലേ. പിന്നെ ഈ ആഭരണ മന്ത്രയിലെ ജ്വല്ലറീസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം പുതിയതായിട്ട് പ്രീമിയം ജ്വല്ലറീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. അപ്പം അതും ചെക്ക് ചെയ്യാം. ഇന്ന് തൊട്ട് പ്രീമിയം ജ്വല്ലറീസ് ഇൻട്രൊഡ്യൂസ് ആവും കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ലോത്തിങ്ങിൻ്റെയും ഒരു ഷോപ്പുണ്ട്, വസ്ത്രമന്ത്ര. അവിടെയും പ്രീമിയം ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മളിപ്പം ലോഞ്ച് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഉച്ച സമയമായി, നമ്മുടെ വിഷുസദ്യ കഴിക്കേണ്ട സമയമായി കേട്ടോ. അപ്പം ഞാനെല്ലാം വിളമ്പ് വെച്ചിട്ടുണ്ട്. അപ്പം ഉപ്പ്, ശർക്കര വരട്ടി, ചിപ്സ്, പഴം, ഇഞ്ചി കറി, പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെ ഓലൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ബീട്രൂട്ടിൻ്റെ പച്ചടി, പിന്നെ മധുര കൂട്ടാൻ, പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരു കൂട്ടുകറി, അവിയൽ, തോരൻ, എരിശ്ശേരി, പിന്നെ ചോറ്, പരിപ്പ് കറി, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്യ്, പപ്പടം, പിന്നെ സാമ്പാർ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് രസമുണ്ട്, പിന്നെ 2 തരം പായസവും ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളി ഊണ് അല്ലേ, അടിപൊളി സദ്യ. സദ്യ കഴിച്ച് തുടങ്ങാം അല്ലേ. പരിപ്പും നെയ്യും പപ്പടവും ഒക്കെ കൂടെ ഒരുമിച്ച് കുഴച്ച്, അതാണ് അതിൻ്റെ ഒരു അല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂടെ. അതും നിറച്ച് നെയ്യൊക്കെ വേണം കേട്ടോ. ഇത് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പരിപ്പും പപ്പടവും മാത്രമായി. അടിപൊളി, എന്താ ടേസ്റ്റ്. എനിക്ക് സാമ്പാറിനെക്കാട്ടിലും പരിപ്പാണ് കൂടുതൽ ഇഷ്ടം സദ്യ വരുമ്പോൾ. അപ്പം അതും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ഒരു കുറച്ച് അവിയൽ, കുറച്ച് തോരൻ ഒക്കെ കൂടെ ഒന്ന് കൂട്ടി കഴിക്കാമല്ലോ. നന്നായിട്ടുണ്ട്, കൊള്ളാം. സദ്യ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കൊക്കെ. കൊള്ളാം. ഇപ്രാവശ്യത്തെ സദ്യ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ലുലുവിൽ നിന്നാണ് കേട്ടോ. അപ്പം ഒരു സദ്യ വാങ്ങിച്ചിട്ടുള്ളൂ, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പം. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും കൂടെ കഴിക്കാൻ ഒരു സദ്യ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അപ്പം ധാരാളമാണത്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, അത് ഒരാൾക്കുള്ള പോർഷൻ മാത്രമല്ല, ഒരു സദ്യ വാങ്ങിച്ചാൽ 2 ആൾക്കുള്ള പോർഷൻ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇനിയും ചോറ് മിച്ചം ഇരിപ്പുണ്ട്. അപ്പം നല്ല കറികളുമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കൊക്കെ. പിന്നെ അവർ പറയുന്ന സമയത്തിനെക്കാട്ടിലും നേരത്തെ കൊണ്ടുപോകും, രാവിലെ സദ്യ ഇവിടെ എത്തി. അപ്പം അതുകൊണ്ട് നല്ല സർവീസും ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ നല്ല ഫുഡും. അപ്പം ലുലുവിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ സദ്യ. എന്തായാലും ഇതായില്ല, അടിപൊളിയായിട്ടുണ്ട് സദ്യ. അമ്മയ്ക്കിന്ന് വീഡിയോയിൽ വരാൻ ഒരു മൂഡില്ല, ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ വീഡിയോയിൽ വരാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം തൊട്ട് നടക്കത്തില്ല കേട്ടോ. അപ്പം വീഡിയോ വരാൻ ഒരു മൂഡില്ലാത്തതുകൊണ്ട് അമ്മ വരുന്നില്ല. അച്ഛനും ഒരു അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു, അപ്പം അതുകൊണ്ടാണ് അച്ഛൻ ഇവിടെ ഇല്ല. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കട്ടെ കേട്ടോ. നമ്മൾ എല്ലാ കറിയും ഒന്നും ടേസ്റ്റ് ചെയ്തില്ല, അപ്പോൾ പതുക്കെ ഓരോന്നോരോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ഇത് കൂട്ടുകറിയാണ് കേട്ടോ. കൊള്ളാം.
കൂട്ടുകറി നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ചോറും കൂടെ കഴിക്കല്ലോ. പിന്നെ എരിശ്ശേരി, എരിശ്ശേരിയും കൊള്ളാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്, അതായത് നല്ല മധുരക്കറി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മധുരക്കറി എന്ന് പറയുന്നത്. പൈനാപ്പിളും ഒക്കെ ഇട്ടിട്ട് അടിപൊളി മധുരക്കറി, ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പം സദ്യ അടിപൊളിയാണ്. എല്ലാ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം, സദ്യ കൊള്ളാം. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ സദ്യ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു സദ്യ. ഇനിയിപ്പോൾ എന്താണ്, സദ്യ കഴിഞ്ഞാൽ നമുക്ക് പായസമാണല്ലോ. അപ്പം പായസം കുടിക്കാം കേട്ടോ. ഇതെന്ന് പറയുന്നത് കറുത്ത പായസമാണ്. ഇതെന്താ പായസം എന്നാ കഴിച്ചു നോക്കാം, മനസ്സിലാകുന്നില്ല, കുടിച്ചോ. പരിപ്പ് പായസമാണ്, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ആക്ച്വലി ഈ ശർക്കരയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും മറ്റേ വെള്ള പായസമാണ് കുടിക്കുന്നത്. ശർക്കര പായസം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് പറയുന്നത് മറ്റേ പാൽപ്പായസം, പാലട, അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം ഇത് കൊള്ളാം, നല്ലതാണ്. പക്ഷെ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ശർക്കരയോട് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സിപ്പ് കുടിച്ചത്. ഇനിതേ നമ്മുടെ പാലട, എൻ്റെ ഫേവറേറ്റ്. നല്ലയാ. ഇത് തണുപ്പിച്ച് കുടിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. പാലടയൊക്കെ നല്ല തണുത്തിട്ട് കുടിക്കണം. അപ്പോഴേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പാലടയൊക്കെ കുടിക്കുമ്പോൾ നല്ല തണുത്തിട്ട് ഒക്കെ കുടിക്കണം. തണുപ്പിച്ചിട്ട് കുടിച്ചാൽ അടിപൊളി. അതിൻ്റെ കൂടെ ബോളിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. നമ്മൾ ബോളി വാങ്ങിക്കാൻ മറന്നുപോയി, അതാണ് ആ കാര്യം. ബോളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി. പിന്നെ അവസാനം നിർത്താനായിട്ട് രസം. നല്ല പുളി, ഇച്ചിരി എരിവ്, ഇങ്ങനെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്, കൊള്ളാം. ഇപ്പം ഇപ്രാവശ്യത്തെ വിഷു സദ്യ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്രാവശ്യത്തെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? അടിച്ചു പൊളിച്ചോ? അപ്പോൾ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ വിഷു ഇത്രയാണ്. അടിപൊളിയായിരുന്നു, ഇതുവരെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇപ്രാവശ്യം മറ്റേ പടക്കമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് പടക്കത്തിനോടൊക്കെ ഇച്ചിരി ചെറിയൊരു ശ്വാസം മുട്ടലൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പടക്കമൊന്നും വാങ്ങിച്ചില്ല. അതുകൊണ്ട് പടക്കം പൊട്ടിക്കലില്ല ഇപ്രാവശ്യം. ഇപ്പം ഇത് സദ്യ കൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷു ഇവിടെ ഇങ്ങനെ തീരാണ്. അപ്പം നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ആഘോഷിച്ചു? കമൻറ്റ് ചെയ്യണേ. സദ്യയൊക്കെ ഉണ്ടോ? അപ്പൊ ഇനിയിപ്പോ സദ്യയൊക്കെ ഉണ്ടതിന്റെ ക്ഷീണത്തിൽ കുറച്ചേരം പോയി കിടന്നുറങ്ങാം. അപ്പൊ മറക്കണ്ട, ആഭരൺ മന്ത്രയും വസ്ത്രമന്ത്രയും ഇത് രണ്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഈ മാലയൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് പ്രീമിയം ജുവലറീസും പ്രീമിയം ക്ലോത്ത്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.